നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 2026 ബാച്ചിന്റെ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രജിസ്ട്രേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ എല്ലാവരും രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആധാർ നമ്പറും മൊബൈലും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കണം. കാരണം നമുക്ക് OTP ഒക്കെ ഈ ഒരു മൊബൈൽ നമ്പറിലേക്കായാലും വരുന്നുണ്ടായിരിക്കുക. അപ്പം മസ്റ്റായിട്ടും നിങ്ങൾ ഒരു ആധാറും അതുപോലെ തന്നെ മൊബൈലും ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡോക്യുമെന്റ്സ് ആണ്. അതായത് നിങ്ങളുടെ ആധാർ, നിങ്ങളുടെ SSLC ബുക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, ഇതൊക്കെ നമുക്ക് മസ്റ്റായിട്ടും വേണ്ട കാര്യമാണ് ഈ രജിസ്ട്രേഷൻ്റെ ടൈമിൽ. ഇതൊക്കെ ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കണം. നമുക്ക് രജിസ്ട്രേഷൻ്റെ ടൈമിൽ പ്രോപ്പറായിട്ട് തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് തന്നെയാണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വരുന്നത് സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം നിങ്ങളാണ് ഈ ഒരു 3 വർഷത്തോളം നിങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ 3 വർഷത്തെ ഡിഗ്രിയാണ് നമുക്ക് വരുന്നത്. അപ്പം നിങ്ങൾക്ക് 3 വർഷത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകൾ വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രൂപത്തിലുള്ള സബ്ജക്റ്റ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. സബ്ജക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യുക കേട്ടോ. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എന്നുള്ളത്. ഇപ്പം നിങ്ങളുടെ ഇമെയിൽ ID കറക്റ്റ് ആണോ, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ പുറത്തുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രോപ്പർ ടൈമിൽ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് 20-ാം തീയതി വരെയാണ്, മാർച്ച് 20 വരെയാണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മാക്സിമം ഒരു 15-ാം തീയതിക്കുള്ളിലെങ്കിലും നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നമുക്ക് സൈറ്റ് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ആവും. അപ്പോൾ നേരത്തെ തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്